മെഗാസ്റ്റാർ മമ്മൂട്ടി നല്ല രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്, ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ആളുകളെ കയറ്റാൻ പറ്റുന്ന സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ട് പോലും ഒരു 100 കോടി കളക്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് തിയേറ്ററിൽ നിന്ന് മാത്രം 100 കോടി കളക്ട് ചെയ്യുന്ന ഒരു ചിത്രം മലയാള സിനിമ മമ്മൂട്ടിയുടെ പേരിൽ ഇല്ല എന്നുള്ളത് മമ്മൂട്ടിയുടെ ആരാധകർക്ക് മമ്മൂട്ടിക്കും ഒക്കെ വലിയൊരു ക്ഷീണം തന്നെയാണ്. അതായത് ഒരു ഒരു പോരായ്മ തന്നെയാണ്. കാരണം ഇത്ര വലിയൊരു നടൻ എത്രത്തോളം മികച്ച സിനിമ ഇറക്കിയാലും കളക്ഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കളക്ഷൻ കിട്ടുന്നതിന്റെ സമയത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ പിറകിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞ സിനിമയാണ്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ പോലും തിയേറ്ററിൽ നിന്ന് മാത്രം 100 കോടി കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 100 കോടി ക്ലബിലേക്ക് എത്തിയത് തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ്. ഈ ഒരു സിനിമകൾക്കൊക്കെ പറ്റുന്ന കാര്യം, അതായത് ഇപ്പൊ ബ്രഹ്മയുഗം എന്ന സിനിമ എല്ലാ സ്ഥലത്തും ഒരുപോലെ പോസിറ്റീവ് റിവ്യൂസ് ആണ്, ഒരുപോലെ തിരക്ക് നേരിടുന്ന ഒരു സിനിമയാണ്. ഒട്ടുമിക്ക സ്ഥലത്തും ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല. ഏകദേശം എറണാകുളം ഭാഗത്തൊക്കെ ടിക്കറ്റ് എപ്പോ നോക്കിയാലും ഹൗസ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് എന്തുകൊണ്ട് കളക്ഷൻ കിട്ടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു സിനിമ. അതായത് മമ്മൂട്ടിയുടെ സിനിമകൾ വിതരണം ചെയ്യുന്ന ആളുകളുടെ വലിയൊരു മൈനസ് പോയിന്റ് ആയിട്ട് കാണണം. ഈ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ ആരാണ് വിതരണം ചെയ്യുന്നത്? അവർക്കൊന്നും മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതോ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നാണ് ഇവരുടെ ഒരു ധാരണ? മമ്മൂട്ടിയുടെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകൾക്ക് പോലും കിട്ടുന്ന ഒരു തിയേറ്ററിന്റെ എണ്ണം അല്ലെങ്കിൽ സ്ക്രീനുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാക്സിമം 200 മുതൽ 250 വരെ സ്ക്രീനുകളാണ്. ഇത്രയും ചെറിയൊരു സ്ക്രീനിൽ ഇട്ടിട്ട് എത്രത്തോളം കളക്ഷൻ നേടാനാവും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ സിനിമകളും ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ OTT-യിലേക്ക് കൊടുക്കുകയും ഒരു 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ OTT-യിൽ റിലീസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടോടെ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് ആളുകൾ വിചാരിക്കും ഇനിയിപ്പോ എന്തായാലും 2 ആഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ OTT-യിൽ വരും, അപ്പൊ നമുക്ക് മൊബൈലിൽ ഇരുന്ന് കാണാം, TV-യിൽ ഇരുന്ന് കാണാം എന്നൊക്കെ കരുതിയിട്ട് ആ ഒരു ചൂട് പോകുമ്പോൾ ആ പ്രേക്ഷകരുടെ എണ്ണവും കുറയും. അപ്പൊ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സിനിമകൾക്കൊക്കെ മാക്സിമം മാർക്കറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനുകളുടെ എണ്ണം ഒന്ന് കൂട്ടുക. മോഹൻലാലിന്റെ ഹൈപ്പ് കുറഞ്ഞ ചിത്രങ്ങൾക്ക് പോലും 300-400 തിയേറ്ററുകൾ കിട്ടുന്ന സമയത്ത് മമ്മൂക്കയുടെ ഹൈപ്പിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് പോലും കിട്ടുന്നത് ആകെ 200-250 തിയേറ്ററാണ്. ഒരു 400 തിയേറ്ററിലൊക്കെ ഒരു മമ്മൂക്ക ചിത്രം ഇറങ്ങുകയാണെങ്കിൽ, കണ്ണൂർ സ്ക്വാഡ് ഒക്കെ ഒരു 400 സ്ക്രീനുകൾക്ക് മുകളിൽ, അതുപോലെ തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയൊക്കെ ഒരു 400 സ്ക്രീനിന് മുകളിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിനിമകളൊക്കെ ഒരു പക്ഷേ 100 കോടിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അടിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം അത്രയേറെ മികച്ച സിനിമകളാണ് ഈ പറഞ്ഞ 2 സിനിമകളും. എന്നിട്ടും ഇവരിത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാതെ, അതായത് കൂടുതൽ ഇത് എന്താണ് സംഭവം, ഇങ്ങനെ വരാൻ എന്താണ് കാരണമെന്ന് മമ്മൂട്ടിയോ മമ്മൂട്ടിയുടെ ആരാധകരോ അതുപോലെ തന്നെ ഇതിന്റെ വിതരണക്കാരോ നിർമ്മാതാക്കൾ ആരും തന്നെ നോക്കുന്നില്ല എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന മെഗാതാരത്തിനെ മനഃപൂർവ്വം തടയുന്നതാണോ, അതോ ഞങ്ങൾക്ക് കൂടുതൽ കളക്ഷൻ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നല്ല സിനിമയാണെന്നുള്ള പേര് മതി എന്നുള്ള ചിന്തയാണോ, എന്താണെന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ കാണിക്കുന്ന ഈ ഒരു അവഗണന എന്തായാലും ഒന്ന് മാറ്റി പിടിക്കുക. ഇനി വരുന്ന സിനിമകൾക്ക്, അതായത് ഇപ്പൊ ടർബ വരാൻ പോകുന്നുണ്ട്, നല്ല ഹൈപ്പും കാര്യങ്ങളും ഉണ്ട് സിനിമക്ക്. ഈ ഒരു സിനിമ ഇറങ്ങുന്ന ദിവസം ഗംഭീരമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ആദ്യത്തെ ഒരാഴ്ച ഗംഭീരമായിട്ടുള്ള തിക്കും തിരക്കും പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ കിട്ടും. അതുകൊണ്ട് തിയേറ്ററുകളുടെ എണ്ണം ഒന്ന് കൂട്ടിയിട്ടൊന്ന് നോക്കുക, മമ്മൂട്ടിയെ കൊണ്ട് സാധിക്കുമെന്ന്. ഇപ്പോഴും മമ്മൂട്ടിയെ പറ്റിയ ആളുകൾ കളിയാക്കുന്നത് എത്ര വലിയ സിനിമയാണെങ്കിലും ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഇടാൻ സാധിക്കുന്നില്ല എന്നും ഒരു ബോക്സ് ഓഫീസിൽ ഒരു 100 കോടി നേടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടെങ്കിൽ ആ കളിയാക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ വിതരണക്കാർ തന്നെയാണ്. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മമ്മൂട്ടിയെ ഒന്ന് ബോക്സ് ഓഫീസിലും ഒന്ന് താരമാക്കി മാറ്റാൻ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല സിനിമകൾ ഇറക്കണ്ട എന്നൊന്നല്ല പറയുന്നത്. ഭീഷ്മപർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും, അതായത് ഫാമിലി ഓഡിയൻസ് പോലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മമ്മൂക്കയെ. പക്ഷെ മമ്മൂക്കയുടെ ചിത്രങ്ങളുടെ ആ ഒരു അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു പ്രധാന കാരണം. ബ്രഹ്മയുഗം എന്ന സിനിമ എത്രത്തോളം റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഒരാൾ പോലും ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടില്ല. കണ്ടവർ തന്നെ വീണ്ടും കാണുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഈ സിനിമ ഒന്നുകൂടി എന്റെ ഫാമിലിയുമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ആളുകൾ കൂടുതൽ മമ്മൂക്കയുടെ ചിത്രങ്ങൾക്ക് വരുന്നുണ്ട്. എന്നിട്ട് പോലും ഈ സിനിമകൾക്ക് തിയേറ്ററിലെ എണ്ണം കൂട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ചെറിയ സിനിമകൾക്ക് പോലും ആദ്യ ദിവസം നല്ല കളക്ഷനും അതുപോലെ തന്നെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്ക്രീനുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇത് അതുപോലും ചെയ്യാൻ ഇവർ തയ്യാറാവുന്നില്ല. അതിന്റെ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് എനിക്ക് ഈ സിനിമയെ കുറിച്ചൊരു ഉള്ളിൽ ഇറങ്ങിയിട്ടുള്ള കാര്യം ഒന്നും അറിയില്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, ഇനിയിപ്പോ അത്രയും റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനകൾ കൊണ്ടാണോ സിനിമകൾ ഇത്ര കുറച്ച് തിയേറ്ററുകളിൽ ഇറക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആസ് എ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയ കാര്യങ്ങളാണ്. ഒരു മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് കൂടി ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ മമ്മൂക്കയുടെ കിടിലൻ പെർഫോമൻസ് കാണാൻ നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിക്കേണ്ട സമയങ്ങളാണ്. ആ ഒരു സമയത്ത് എല്ലാ ആളുകളിലേക്കും, അതായത് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളിലേക്കും കാണാൻ പറ്റുന്ന, നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ വിതരണക്കാർ ഉണ്ടാക്കണം. അല്ലാതെ ഒരുപാട് ലോകം പോയിട്ട് ഒരു സിനിമ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും,
ഒരുപാട് ലോങ് അല്ലെങ്കിലും അത് ടിക്കറ്റ് ചാർജും അതിനുള്ളിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ഒരു സിനിമക്ക് പൊട്ടും. അപ്പോൾ ലോങ് പോയിട്ട് അതിന്റെ കൂടി ക്യാഷ് ചെലവാക്കണ്ട, OTT വരുമ്പോൾ കാണാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇരിക്കും. ആ ഒരു ഇരുത്തം ആ ഒരു സിനിമയുടെ കളക്ഷനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റു ദിവസം മറ്റു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.